അതിനുശേഷം അടുത്ത ദിവസമാണ് ഇവിടെ ഹാരി എഴുന്നേറ്റ് പുറത്ത് വരുമ്പം ഇവളുടെ കണ്ണിനകത്ത് ആ പാട് കാണും. അങ്ങനെ അത് കണ്ട് ഇവളുടെ ഫാമിലിയാണ് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ഇന്നലെ രാത്രി ഒരുത്ത പന്തും കൊണ്ട് ഇവളുടെ കണ്ണി അടിച്ചാന്ന് പറയും. പക്ഷെ ഇത് മാറുന്ന് വിചാരിച്ചിട്ട് മാറിയില്ലെന്ന് ഇവൾ ആ കാര്യം പറഞ്ഞ് സങ്കടത്തിരിക്കുമ്പം ഇവളുടെ അമ്മയാണ് റോഡിൽ വെച്ചാണ് പന്തെറിഞ്ഞ് കളിക്കുന്നതെന്ന് പറഞ്ഞ് അവന്മാര് കൈ കിട്ടിയ വെറുതെ എടുത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും മനപ്പോലെ ആരെങ്കിലും ചെയ്യും അമ്മേ, അവരെ വെറുതെ വിട് എന്ന് ഇവളിങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്ന് ഇവളുടെ അച്ഛനാണ് ഒരു മുട്ട എടുത്തോണ്ട് ഇവളുടെ കണ്ണി വെക്കാൻ പറയും. അപ്പോഴാണ് അവളും അച്ഛാ ഇനി മുട്ട വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതും കൊണ്ട് അടുക്കളയിൽ ചെന്ന് ഒരു ഓഫയിൽ ഉണ്ടാക്കും, കഴിക്കാനെങ്കിൽ യൂസ് ആവും എന്നിന് ഇവളും വിഷമിച്ചോണ്ട് അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് അവൾക്ക് തോന്നുന്ന ഒരു ഇനി കമ്പനി വെച്ച് ഈ പാട് കണ്ട് ഒരു ഇവളുടെ ബോസ് എല്ലാം കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ അതുകൊണ്ട് അവളും കമ്പനി വെച്ച് ഇവളുടെ കണ്ണിലെ മുറിവ് മറയ്ക്കാൻ വേണ്ടി ഒരു ബാൻഡേജ് ഒക്കെ വാങ്ങിച്ചിട്ട് അവൾ ലിഫ്റ്റ് വെച്ച് ഇടാൻ പോകുമ്പോൾ കറക്റ്റ് ഇവളുടെ ഫ്രണ്ടിൽ തന്നെ ഇവളുടെ സിഇഒ കങ്ടേമോ വന്ന് നിൽക്കും. അങ്ങനെ അതോടെ അവളുടെ ജീവൻ മൊത്തത്തിൽ ഇവിടെ പോയിരിക്കുമ്പോൾ ഇതേ സമയം അവനാണ് ഇവൾ പെട്ടെന്ന് എന്തിനാ ഇവനെ കണ്ട് പേടിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന എന്റെ സെക്രട്ടറിയും നമുക്ക് മീറ്റിംഗിന് സമയമായി ബോസ് എന്ന് പറയുമ്പോൾ ഇവളാണ് ലിഫ്റ്റിനകത്ത് വെച്ച് ഇവനെ നോക്കാതെ അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരിക്കും. അതേസമയം അവനും അവളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവൾ അടിച്ച് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ് അവൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പം അവനാണ് അതൊക്കെ ആര് ചോദിച്ച്, നിനക്ക് ഏത് ഫ്ലോറാ പോകണ്ടേ, പ്രസ് ചെയ്താലേ പോകാൻ പറ്റത്തുള്ളൂ എന്നിന് അവൻ പറഞ്ഞിട്ട് ഇവള് ചമ്മിപ്പോയി ആ ബട്ടനൊക്കെ പ്രസ് ചെയ്തിട്ട് വന്നിരിക്കുമ്പം അവനാണ് അവന്റെ സെക്രട്ടറിയോട് എല്ലാ എംപ്ലോയീസിനെ വിളിച്ചു വരുത്തി അവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറയും. അതോടെ അവളാണ് പേടിച്ചിട്ട് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ ഇവനും വരുന്നോന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ കങ് ടൈമും അവന്റെ എംപ്ലോയീസ് ഉണ്ടാക്കിയ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവിടെ ഹാരി കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവളുടെ ടീമായിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവന്റെ ചെഫായിട്ടുള്ള മിൻവയും കൂടെ പരിചയപ്പെടും. അപ്പോഴാണ് അവൻ ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഫുഡൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് പറഞ്ഞ് അവനും പറയുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ പേടിച്ചു പോകും. പക്ഷെ അവനാണ് ഇത് ഇവിടെ വെക്കേണ്ട ഫുഡല്ല, ഇതൊക്കെ എപ്പോഴേ ട്രെൻഡിങ് ആകേണ്ട ഒരു ഫുഡാന്ന് പറഞ്ഞ് അവൻ അവസാനം പറഞ്ഞ് തീർക്കുമ്പോഴാണ് അവർക്കെല്ലാം ജീവൻ വരുന്നത്. അതിനുശേഷം മിൻവും ഇവൻ ഈ ഫുഡ് ഉണ്ടാക്കാൻ ധൈര്യമില്ലായിരുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്ന ഹാരി പറഞ്ഞിട്ട് അവൻ ഈ ഡിഷ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ടൈമാണ് എങ്കിൽ പിന്നെ അവൾക്ക് ഇവനോട് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇവന് ഹാരിയുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ അന്വേഷിക്കുമ്പം അവളാണ് വയറുവേദനയാന്ന് പറഞ്ഞ് ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് ഇവളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് മെസ്സേജ് അയച്ച് ടേസ്റ്റിംഗ് ഒക്കെ എങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരൊക്കെ ബിസി ആയതുകൊണ്ട് തിരിച്ച് റിപ്ലൈ ഇടത്തില്ല. അതുകൊണ്ട് ഇവളും മിൻവോടെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവൾ കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പുറത്ത് നിൽക്കുന്ന രണ്ടുപേരാണ് ചെഫ് മിൻവോനെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് അവന്റെ ഫുഡ് ബോസിന് ഇഷ്ടപ്പെട്ടെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അത് കേട്ട് അവൾക്ക് സന്തോഷമാകും. എന്നിട്ട് അന്ന് രാത്രി ഇവള് മിൻവൂനെ കാണാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പം അവനാണ് ഇവൻ ഉണ്ടാക്കിയ ഫുഡ് സത്യത്തി അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളുടെ കമ്പനിയിലെ ആൾക്കാരൊക്കെ ഒരാളെ ചുമ്മാ പൊക്കി പറയത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ഫുഡ് കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പറയും. അതിനുശേഷം അവനും കുറച്ച് ആശ്വാസത്തി ഇവൾക്ക് തന്ന മ്യൂസിക് ഷോയുടെ ടിക്കറ്റും കൊണ്ട് എപ്പോഴത്തും പോലെ യോങ്സെ വിളിച്ചോണ്ടല്ലേ പോയെന്നറിഞ്ഞ് ഇവന് ചോദിക്കുമ്പം അവളാണ് യോങ്സെ വിളിച്ചില്ല, ഒരു പയ്യന്റെ കൂടെ പോയെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് ആ സെക്കൻഡ് അവൻ ഷോക്കായി ഏത് പയ്യെന്നറിഞ്ഞ് ഇവൻ ചോദിക്കുമ്പം അവളാണ് ഈ ഇടയ്ക്കായിട്ട് പരിചയപ്പെട്ട ഒരാളാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് ടെൻഷനായി അവൻ എങ്ങനത്തെ വ്യക്തിയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അവൻ നല്ലവനാണോ അല്ലാന്ന് ഇവൻ ചെക്ക് ചെയ്യാന്ന് പറയുമ്പം ഇവളാണ് ആദ്യം ഇവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയും. അങ്ങനെ അവളുടെ കാര്യം ചെയ്യാൻ അവൾക്കറിയാന്ന് പറഞ്ഞ ഉടനെ ഇതവന് നല്ലോണം കൊള്ളും. അങ്ങനെ അതും പറഞ്ഞ് ഇവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അതേസമയം അവിടേക്ക് വന്ന അവളാണ് ഈ കടയുടെ പുറത്ത് ഇവളുടെ ക്രഷിനെ കണ്ടിട്ട് ഇതെന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ചെറുക്കനല്ലേന്ന് അവളിങ്ങനെ വായി നോക്കുമ്പം അവന്റെ കൂടെ തന്നെ നമ്മുടെ കങ് ടൈമും കാണും. ഇതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇപ്പൊ ഇവൻ അകത്തേക്ക് കയറിയ ഹാരി വെട്ടുപോയില്ലെന്ന് പറഞ്ഞ് അവളപ്പം തന്നെ ഹാരി വിളിച്ച് ഈ കാര്യം പറയാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണ് കയ്യേലോട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം പെട്ടെന്ന് ഇവനെ കണ്ട് പേടിച്ച് അവിടെ തന്നെ കുനിഞ്ഞിരിക്കും. അതേസമയം ടൈമുമാണ് ഇവന്റെ ഫുഡ് ഇഷ്ടപ്പെട്ട് അവൻ ഒന്നും കൂടെ കഴിച്ചു നോക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നയാ. പക്ഷെ ഇവനെ കണ്ട് പേടിച്ച് ഹാരിയാണ് നൈസിന് അവളുടെ ഫോണും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അതേസമയം മിൻവോ ആണ് ഇവിടെ ഇപ്പൊ ഹാരി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ നോക്കുമ്പം അവൾ അവിടെ കാണത്തില്ല. അതിനുശേഷം അവളെ ഫോൺ വിളിച്ചു നോക്കുമ്പം അവളെ വിളിക്കുമ്പോ കേൾക്കുന്ന ആ പാട്ട് കേട്ട് ഇവിടെ ടൈമോ ആണ് ഇതന്ന് അവൻ അവളുടെ കൂടെ കാണാൻ പോയ ആ പാട്ടല്ലെന്ന് പറഞ്ഞ് അതൊക്കെ ഓർത്ത് വെക്കും. ഇതേസമയം പുറത്തേക്ക് വന്നിട്ട് ഷിൻഹാരിയും അവൾക്ക് പെട്ടെന്ന് വീട്ടിൽ ജോലിയായെന്ന് പറഞ്ഞ് അവൾ കടയിലെ പണി നോക്കാൻ വേണ്ടി പോകാന്ന് പറയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇങ്ങോട്ടേക്ക് ഓടിയെന്ന് പറഞ്ഞ് അവളെ വിളിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നിട്ട് അവസാന കൂട്ടുകാരിയും ഇവളുടെ ക്രഷ് ഇപ്പൊ തൊട്ടടുത്ത് താമസിക്കുക കൂടാതെ ഇവളുടെ ബോസിന്റെ സെക്രട്ടറി എന്നും കൂടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഹാരിയാണ് ഷോക്കായിട്ട് ഇത്രയും ചെറിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് വിശ്വസിക്കാനൊക്കാതിരിക്കുമ്പം ഇവർ രണ്ടുപേരും കൂടെ ഒരു ചിലപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്കും വരുമെന്ന് പറഞ്ഞ് അവരതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പേടിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരിയും ഇവളെ കാണാൻ വരും, പക്ഷെ വീട്ടിൽ വരുവാണ് എങ്കിൽ പിന്നെ ഹാരിയായിട്ടൊന്നും വരല്ലേ, നല്ലോണം മേക്കപ്പ് ഒക്കെ ഇട്ട് ഷിൻ ഗുംഹി ആയിട്ട് വരാൻ വേണ്ടി പറയും. കാരണം എപ്പോഴാ ഇവളുടെ ബോസ് അവിടെ കാണുമെന്ന് ഒരു പിടിയില്ല. അങ്ങനെ അതും പറഞ്ഞ് അഡ്വൈസ് ചെയ്യുമ്പം ഇവിടെ ഹാരിയാണ് അതൊക്കെ അവള് നോക്കിക്കോളാം, ഇവള് ക്രഷിന്റെ അടുത്ത് സെറ്റ് ആകണം എന്ന് പറഞ്ഞ് ഇവളെ കുറിച്ചുള്ള സത്യം ഒന്ന് പാരവയ്ക്കില്ലെന്ന് പറയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും അതിനങ്ങ് ഒരു ചാൻസ് ഇല്ല, കാരണം ഞാൻ എനിക്ക് വരെ നിന്നെ ഡേറ്റിന് പറഞ്ഞു വെച്ചോണ്ട് അവൻ ബോസിന് വിശ്വാസം
കാണിക്കാൻ വേണ്ടി എന്നെ അടുത്തേക്ക് പോലും അവൻ ക്ഷണിക്കുന്നില്ല. പക്ഷെ അവനെ കണ്ടപ്പോഴേ എന്നോടും തിരിച്ച് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഫീലായ. ഒരീശം നിന്റെ ബോസും എല്ലാം എന്നെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു എന്നിന് ഇവളും ടെൻഷനാകുമ്പം ഇത് കേട്ട് ഹാരിയാണ് ടൈം അങ്ങനെ പുറയുന്ന സംസാരിക്കുന്ന ആളെന്നല്ലെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും പെട്ടെന്ന് എന്തോ അടി നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തോ ഇതൊരു കുഴപ്പമുണ്ടല്ലോ എന്നിട്ട് ഇവള് ചോദിക്കുമ്പം ഹാരിയാണ് ഒരു കുഴപ്പമില്ല, അവന്റെ കൂടെ കുറച്ച് അടുത്ത് സംസാരിച്ചപ്പോ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവളോട് പറഞ്ഞെന്ന് പറയും. പക്ഷെ ഇവൾ എന്ത് പറഞ്ഞാലും അവളുടെ കൂട്ടുകാരി കളിയാക്കിക്കൊണ്ട് കുറച്ചടുത്ത് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടല്ലേ എന്നിന് ഇവളാക്കുമ്പം ഹാരിയാണ് മിണ്ടാതെ ഫുഡ് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞ് അവള് മിണ്ടായിരിക്കാൻ പറയും. അതേസമയം ഇവിടെ ടീമുമാണ് മിൻവോടെ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് ഇവന് ഹാരിയും കോളേജ് ഫ്രണ്ട്സ് ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കോളേജ് വെച്ചൊന്നല്ല കണ്ടുമുട്ടിയ, ഞങ്ങളൊരു 7 വർഷമായിട്ട് നല്ല പരിചയത്തില എന്നിന് ഇവൻ പറയുമ്പോ ടീമുമാണ് 7 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിട്ടും ഇതുവരെ ഫ്രണ്ട്സ് ആയിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ പേഴ്സണലായിട്ടും എല്ലാം പറയുവാണ്. ഇവൻ അതിന് സോറി പറഞ്ഞിട്ട് ചിലപ്പോ ആരേലും ഒരാൾക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വന്ന് കാണുന്ന പറഞ്ഞ് ഇവനെന്ന് ഹാരി വിഷമിച്ച് ആലോചിച്ച് ഇപ്പൊ ഇവനും കൂടെ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇവൻ അറിയത്തില്ല ഹാരിയുടെ ക്രഷ് ഇവനാണെന്ന്. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ഇവന്റെ സെക്രട്ടറിയാണ് പെട്ടെന്ന് എന്തിനാ ആ ചെഫിനോട് അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞ് ഇവനറിയുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രണയിച്ചിട്ടുണ്ടോ ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ അവൻ കമ്പനി വർക്ക് ചെയ്യുന്ന ഷിൻഹാരിക്ക് ഈ ചെഫിനോട് ക്രഷൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പം ടൈമുമാണ് അപ്പൊ ഷിൻഗ്യുംഹിയെ പോലെ വേറൊരു പെങ്കൊച്ചുണ്ടല്ലേ എന്നിന് അവന് രണ്ടുപേരും ഒരാളെന്നറിയാതെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ യോങ്സയാണ് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് വന്ന സേവിനാണ് അവളെ മൈൻഡ് ചെയ്യാതെ സ്റ്റെപ്പിൽ ഇറങ്ങി പോകും. ഇത് കണ്ട് ഇവളാണ് ദേഷ്യത്തി എന്നെ കണ്ടിട്ട് അവോയ്ഡ് ചെയ്യുന്നു എന്നിന് അവളും പുറകെ ചെന്ന് ഇവളുടെ കൂടെ ലിഫ്റ്റ് വന്ന് എന്തോ ചത്തുവോന്ന് അറിഞ്ഞ് അവനോട് ചൂടാകുമ്പം അവനാണ് ഇവളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ല, ഇവൻ കൈ വേസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് ഇവൾക്ക് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടി അവൻ സ്റ്റെപ്പ് വഴി പോയതാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളാണ് എങ്കിൽ പിന്നെ എന്റെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞ് അവനോട് സോറി പറഞ്ഞിട്ട് ഇവന്റെ ബോസിനെ അങ്ങനെ പറ്റിച്ചതിന് ഇവളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് അവനോട് സോറി പറഞ്ഞതെന്ന് പറയും. കൂടാതെ ഇവന്റെ ബോസായിട്ടുള്ള പ്രശ്നത്തിൽ ഇവൻ ഇങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കേണ്ടെന്ന് പറയുമ്പം അവനാണ് തൽക്കാലം അത്രയ്ക്കും നല്ല മനസ്സിലെന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇത് കേട്ട് ഇവളും ദേഷ്യത്തി ഇവൻ എന്നെ വീണ്ടും വീണ്ടും നാണം കെടുത്തുക, നിന്റെ ബോസ് എന്തോടെ നിന്റെ ചേട്ടൻ വല്ലതാണോ എന്നിന് അവൾ അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ടൈമുന്റെ വീട്ടില് സെക്രട്ടറി ചെന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പം അവന്റെ അപ്പൂപ്പനാണ് ഇവന്മാരായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇപ്പൊ വർഷങ്ങളായെന്ന് പറഞ്ഞ് ഇനി ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഫുഡ് കഴിക്കണം പറയും. അപ്പോഴാണ് ടൈമാണ് ഇത് കേട്ടിട്ട് ആഴ്ചയിൽ 2 ദിവസമോ, സോറി ഐ ആം വെരി ബിസി എന്നിന് ഇവനും സെക്രട്ടറിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പം അവനാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ അവനും ഭയങ്കര ടയേർഡ് ആകും പറയും. അപ്പോഴാണ് ഇത് കേട്ട അപ്പൂപ്പനും അത്രയ്ക്കും ടയേർഡ് ആകുവാണ്, നീ പണ്ടത്തെ പോലെ ഇവിടെ തന്നെ താമസിക്ക് എങ്കിൽ പിന്നെ നിനക്ക് പോയി വരണ്ടല്ലോ എന്നിന് അങ്ങേര് ലോക്ക് ചെയ്യുമ്പം ഇവനും പേടിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. അതിനുശേഷം ടൈമും എങ്കിൽ പിന്നെ അവൻ എപ്പോഴാ ഫ്രീ എന്ന് നോക്കാൻ പറയുമ്പം അവന്റെ അപ്പൂപ്പനാണ് മറ്റവന്റെ കയ്യിൽ നിന്ന് ആ സ്കെഡ്യൂൾ വാങ്ങിച്ചു നോക്കിയിട്ട് ഈ ശനിയാഴ്ച എന്തോ ദിവസം നിറഞ്ഞ് ടൈമിനോട് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ഈ ശനിയാഴ്ചയോ എന്നിന് അവനിങ്ങനെ ആലോചിക്കുമ്പം അടുത്തിരുന്ന സെക്രട്ടറിയും നിങ്ങളുടെ ഫേക്ക് ആയിട്ടുള്ള ആനിവേഴ്സറി എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം അവനാണ് ഒന്നും പിടികിട്ടത്തില്ല. അപ്പോഴാണ് അവന്റെ അപ്പൂപ്പനും ദേഷ്യത്തി എടാ നാണമില്ലാത്തവനെ, നിന്റെ ലവ് ആനിവേഴ്സറി വരെ നിനക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് നീ അതും സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് എന്നിന് അങ്ങേര് കാണിച്ചു കൊടുക്കുമ്പം ഇവനാകെ പെട്ടു. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് അവന്റെ അപ്പൂപ്പനും ഇവൻ മറന്ന കാര്യം മിസ് ഗുംഹി അറിഞ്ഞായിരുന്നെങ്കിൽ ഇവനെ വീണ്ടും തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവനിട്ട് അടിക്കാൻ പോകുമ്പം അളിയനങ്ങ് മാറി കൊടുക്കും. അങ്ങനെ അതോടെ അവന്റെ അപ്പൂപ്പനാണ് എടാ നിന്റെ സ്കിൽസ് ഒക്കെ നീ എന്നോട് കാണിക്കുന്ന, അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ അങ്ങ് മാറ്റും എന്നിന് അങ്ങേരും കുറച്ച് സ്കിൽസ് ഒക്കെ കാണിക്കുമ്പം അവനാണ് മനഃപൂർവ്വം ചെയ്തതില്ലെന്ന് തിരിച്ചു പറയും. അതിനുശേഷം അവന്റെ അപ്പൂപ്പനും എങ്കിൽ പിന്നെ മര്യാദയ്ക്ക് ശനിയാഴ്ച ഉള്ള എല്ലാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് അവളുടെ കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഡേറ്റിന് പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ കഴിക്കാനുള്ള ഹോട്ടൽ അങ്ങേര് തന്നെ ഇപ്പൊ ബുക്ക് ചെയ്യും. ഇത് കണ്ട് സെക്രട്ടറിയാണ് ആ മറന്നുമായിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത, പക്ഷെ അന്ന് നിങ്ങൾ ബിസി അല്ലേന്ന് പറഞ്ഞ് ഇവൻ എന്ത് വേണം ചോദിക്കുമ്പം ടൈമാണ് പിന്നെ എല്ലാവർക്കും മാറ്റി വെച്ചിട്ട് നമുക്ക് ഡേറ്റിന് പോകാം എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഇവന്റെ സെക്രട്ടറിയാണ് ജോലി മാറ്റി വെക്കാൻ പറഞ്ഞ ബോസ് തന്നെയാണെന്ന് പറഞ്ഞ് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഹാരി അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് പുറത്ത് അവരുടെ ഫുഡിന്റെ പരസ്യം എടുക്കാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ അതുകൊണ്ട് അവരും ദൂരെയുള്ള ഒരു കൃഷിസ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് പരസ്യമൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഷിൻഹാരി മാത്രം ഇവരുടെ കൂടെ പരസ്യത്തെ ആക്ട് ചെയ്യാതെ അവൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കും. കാരണം പരസ്യം എന്തായാലും ഇവരുടെ ബോസ് കാണും. അങ്ങനെ അതുകൊണ്ട് ഇവളെ കണ്ട പെട്ടെന്നറിഞ്ഞ് അവൾ ചുമ്മാ സപ്പോർട്ടിന് മാത്രം കൂടെ നിൽക്കും. അങ്ങനെ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും റീടേക്ക് എടുത്തോണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് വരുന്ന ചെയർമാനാണ് അടിപൊളി കൊള്ളാന്നറിഞ്ഞ് ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇങ്ങേറെ ശബ്ദം കേട്ട് ഇവിടെ ഹാരിയാണ് പേടിച്ചിട്ട് അവന്റെ അപ്പൂപ്പൻ ഇവിടെ എന്തോ ചെയ്തെന്നറിഞ്ഞ് അവൾ അപ്പം തന്നെ അവളുടെ പോക്കറ്റിൽ നിന്ന് ബാൻഡേജ് എടുത്ത് അവളുടെ കണ്ണങ്ങ് മറയ്ക്കും. അങ്ങനെ അതിനേശം അങ്ങേരും ആ വഴി കൂടെ പോയതുകൊണ്ട് ഇപ്പൊ ഇവരുടെ കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഇവളാണ് ഇവിടെ മൊത്തത്തിൽ പേടിച്ച് ഇയാളെല്ലാം ഗുംഹിയാന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് മുടിയൊക്കെ വെച്ച് ഫേസ് മറച്ചിരിക്കും. അപ്പോഴാണ് ദൂരെ നിന്ന് കാണുന്ന ടൈമിന്റെ അപ്പൂപ്പനാണ് ഇവളെന്ത് ഇത് പ്രേതമാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ടൊരു സെക്കൻഡ് പേടിച്ചിട്ട് കുറെ സമയത്ത് ആരുടെ ഫോൺ അടിക്കുന്നതെന്ന് ടീം ലീഡറിനോട് ചോദിക്കും. അപ്പോഴാണ് അവരാണ് അതും ശരിയാ എന്നിന് അവര് തപ്പി നോക്കുമ്പം ഹാരിയുടെ ഫോൺ അടിക്കുന്നതെന്ന് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പം ഇവളാണ് ഞാനിതിന്റെ ഓർമ്മ പറഞ്ഞ് അവൾ മുഖം കാണിക്കാതെ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് ഇവളുടെ ഫോൺ അടിക്കുമെന്ന് പറഞ്ഞ് അത് ഇവളുടെ
കൊടുക്കാൻ പോകുമ്പം അവൾ ഇങ്ങിതാന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങേരാണെ നോക്കിയിട്ട് ആർക്കിയോപെട്രിക്സോ എന്നിന് അത് വായിച്ചു നോക്കി ഇവളുടെ കൊടുക്കുമ്പം ഇവളാണ് അടുത്ത പ്രേതം ദാ വിളിച്ചെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ അവിടെ സ്ഥലം വിടും. അതിനെ അവനാണ് മെസ്സേജ് ഒരു എമർജൻസി കാര്യമായിട്ട് വിളിച്ച ഇവളെന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കുമ്പം ഇവൾ ആ മെസ്സേജ് വായിച്ചു നോക്കി അതിനേക്കാൾ എമർജൻസി ഇവളിപ്പോൾ എന്നറിഞ്ഞ് അവൾ അവിടുത്തെ ടോയ്ലറ്റ് കയറി പതുങ്ങിയിരിക്കും. അങ്ങനെ അതിനേശം അവനെ വിളിക്കുമ്പം അവനാണ് കുറച്ച് ഷോയെ കാണിച്ച് ഇവൻ വിളിച്ചിട്ട് എടുക്കാത്തോണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ മനഃപൂർവ്വം ഇങ്ങനെ എടുക്കും. അപ്പോഴാണ് അവളും എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഇവള് വർക്ക് സമയത്ത് ഫോണിലൊന്ന് സംസാരിച്ചുകൂടെന്ന് പറയും. ഇത് കേട്ട് അവനും ദേഷ്യത്തി അതേത് ചീഞ്ഞ കമ്പനി ഒരു അർജന്റ് കോൾ ഒന്ന് എടുത്തൂടെ? ശരി ഞാൻ വിളിച്ചത് നിനക്കിപ്പോ എങ്ങനെയുണ്ട്, നിന്റെ കണ്ണിനും എല്ലാം കുഴപ്പമുണ്ടോ, എല്ലാം ഓക്കെ ആണല്ലേ എന്നിന് അവൻ ചോദിക്കുമ്പം അവളാണ് ഓ അതിനെ കുറിച്ച് തിരക്കാനാണ് വിളിച്ചത്, എങ്കിൽ പിന്നെ എല്ലാം ഓക്കെ ഞാൻ ഫോം വെക്കട്ടെ എന്നിന് അവൾ പറയുമ്പം ഇവനാണ് ഈ ശനിയാഴ്ച എന്തോന്ന് ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ ശനിയാഴ്ച നമ്മുടെ ഫേക്ക് ആനിവേഴ്സറി അല്ലേന്ന് പറഞ്ഞ് അവൾക്ക് ഓർമ്മ കാണുമ്പം ഇവനാണ് സന്തോഷത്തി ഇവനെക്കാളും അവൾ ബെസ്റ്റാന്ന് പറഞ്ഞ് ഇവന്റെ അപ്പു പറഞ്ഞ സ്ഥിതിക്ക് അന്നെന്തായാലും ഡേറ്റിന് പോയാൽ പറ്റത്തുള്ളെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന മുമ്പേ ഇവളുടെ കോളർ ട്യൂൺ അവൻ എല്ലായിടത്തും കേൾക്കുമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു കണ്ണു വയ്യാത്ത പെങ്കൊച്ചിനെ ഇത്രയും ക്രൂരതയായിട്ടാണ് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് റെസ്റ്റ് കൂടാത്ത കിഴങ്ങന്മാരെന്ന് ഇവന്റെ സ്വന്തം കമ്പനിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനേശം ഇവളും ടോയ്ലറ്റിൽ ഇരുന്ന് ആ കോളർ ട്യൂൺ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ചെയർമാനും ബാത്റൂമിൽ പോകാൻ വേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളും ഒരാൾക്ക് ഇപ്പോൾ അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഇവളെ പുറത്തേക്ക് വരാൻ പറയുമ്പം ഒരു സെക്കൻഡ് അവളാണ് പതി ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്കൊന്ന് നോക്കും. അപ്പോഴാണ് ഇങ്ങനെ കണ്ട അടുത്ത സെക്കൻഡ് അവൾ ഡോർ ക്ലോസ് ചെയ്യുമ്പം അപ്പൂപ്പനും ദേഷ്യത്തി എക്സ്ക്യൂസ് മീ ഞാനിവിടെ ഭയങ്കര അർജന്റിലാണ് വന്നേക്കുന്നത്, നീ എന്തോ ഡോർ ക്ലോസ് ചെയ്ത് കളിക്കുന്ന എന്നതിന് അങ്ങേര് പുറത്തിരുന്ന് ശബ്ദം ഉണ്ടാക്കുമ്പം ഇവളാണ് പേടിച്ചിട്ട് ഇവളെ കണ്ട സീനായില്ലെന്ന് പറഞ്ഞ് അവൾ എങ്ങനെ പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനെ സമാധാനം പോയിട്ട് ഫോഴ്സ് ചെയ്ത് ആ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാൻ നോക്കുമ്പം പെട്ടെന്ന് ഇവൾ ആ സമയം കൊണ്ട് ഡോർ അങ്ങ് തുറക്കും. അതുകൊണ്ട് അങ്ങേരിങ്ങനെ പുറമോട്ട് വീഴാൻ പോകുമ്പം ഇവൾക്ക് സഹായിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ ചെയ്ത് ഇവളുടെ ഫേസ് ആണെന്ന് പറഞ്ഞ് ഇവള് കൈ കൊടുക്കാതെ ഇവളുടെ മുഖം മറച്ചോടനെ അങ്ങേര് പടക്കമെന്ന് പറഞ്ഞ് താഴെ അങ്ങ് വീഴും. അങ്ങനെ അതിനുശേഷം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന അങ്ങേര് വന്നിട്ട് ചെയർമാൻ നിങ്ങൾ ബാത്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തിനാ കുത്തിയിരിക്കുന്നത് എന്നിന് അയാൾ അവസാനം സഹായിച്ച് ഇയാളുടെ ഡ്രസ്സ് ചെയർമാൻ അങ്ങ് ഇട്ടുകൊടുക്കും. അതിനുശേഷം അങ്ങേരാണ് നിന്റെ ഡ്രസ്സ് ഇട്ട് എനിക്ക് നിക്കറായിട്ടാ തോന്നുന്നത് എന്നിന് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഇവിടെ ഷിൻഹാരി ഫേസ് ഒക്കെ മറച്ചു വെച്ചിട്ട് അവൾ ഇങ്ങേരോട് സോറി പറയും. അതിനേശം അങ്ങേര് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ മാത്രം നോക്കി ദേഷ്യത്തി നിനക്ക് പിന്നെ ഞാൻ വച്ചോളം പറഞ്ഞ് അങ്ങേര് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനേശം ഇവിടെ കമ്പനി വെച്ചാണ് ടൈമോന് ഇന്ന് പുറത്ത് ഇവരെടുത്ത പരസ്യം കാണിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം അതിന്റെ കൂടെ തന്നെ ആ ഷൂട്ടിംഗ് നടന്ന സംഭവങ്ങളൊക്കെ ഇവന് വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അതിനകത്ത് അവനാണ് ഷിൻഹാരിയെ കണ്ടിട്ട് ഇത് ഗുംഹി അല്ലേന്ന് പറഞ്ഞ് അവനും കുറച്ച് സന്തോഷത്തി അവൾ ഇവന്റെ കമ്പനിയുടെ യൂണിഫോം ഇടാത്തോണ്ട് അവന് വലിയ ഡൗട്ടൊന്നും വരാതെ ഇവൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് അവനും ഈ പരസ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ഈ സീനും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറയും. അതിനേശം അന്ന് രാത്രി ഇവിടെ യോങ്സയാണ് തിരിച്ചവളുടെ വീട്ടിലേക്ക് വരുമ്പം ഇവളുടെ മെയിൽ ബോക്സിനകത്ത് വേറൊരുത്തനാണ് പോസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് അവളും ഇത് ഇവളുടെയാന്ന് പറയുമ്പം അവനാണ് കണ്ണ് കാണാൻ പറ്റാത്തോണ്ട് അറിയാതെ ഇവളുടെ മെയിൽ ബോക്സിൽ നിന്ന് എടുത്തോ എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ സോറി പറയുമ്പം ഇവളാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് മനുഷ്യര് തെറ്റിയും അത് ക്ഷമിക്കുന്നല്ലേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അടുത്ത് സെക്രട്ടറി നിൽക്കുന്ന കേട്ട് അവൾ മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവനാണ് അത് കേട്ടിട്ട് വലുതായിട്ട് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പം അവൾ വീണ്ടും മറ്റവനായിട്ട് സംസാരിക്കുന്ന ഇവന് ചെറുതായിട്ട് ജലസാകും. എന്നിട്ട് ഇവിടെ ടേമുന്റെ അപ്പൂപ്പനാണ് അവിടെ വെച്ച് തറയെ വീഴുന്നോണ്ട് അങ്ങേരി ഇപ്പൊ ആശുപത്രി കിടക്കുക. അപ്പോഴാണ് അവനും അപ്പൂപ്പന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അവർ സ്കാൻ ചെയ്ത് പറഞ്ഞ് ചുമ്മാ തന്നെ കൊച്ചിലതുപോലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവനും ചോദിക്കുമ്പം ഇത് കേട്ട് അപ്പൂപ്പനാണ് എടാ ഞാൻ എങ്ങനാ വീണ നീ കണ്ടായിരുന്നോ, എന്റെ പ്രായത്തിന് എനിക്ക് നല്ല വേദനയായിരുന്നു, നിന്റെ കമ്പനി ജോലി ഒരു പെങ്കൊച്ചോണ്ടല്ലേ ഷിൻഹാരി നാറി അങ്ങനെ എങ്ങാണ്ട പേര് വരുന്ന ഒരു വയസ്സായ വ്യക്തി വീഴാൻ പോകുമ്പം അവൾ കൈ തരാൻ നോക്കി നിൽക്കുന്നറാ എന്നിട്ട് അങ്ങേര് ദേഷ്യത്തിൽ പറയുമ്പം ഇവനാണ് മനഃപൂർവ്വം അങ്ങനെ സഹായിക്കാതിരുന്നായിരിക്കത്തില്ല, അതുകൊണ്ട് അവളുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും കാണത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അപ്പൂപ്പനാണ് ദേഷ്യത്തി ആ ബെസ്റ്റ് നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട അവളെ നീ ഒന്ന് കാണണം, ഒരു പ്രേതത്തിന് പോലെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ഇട്ട് ആൾക്കാരെ പേടിപ്പിച്ചോണ്ടിരിക്കുക, പെണ്ണുങ്ങളായാലേ നമ്മുടെ മിസ് ഗുംഹിയെ പോലെ വേണം, കാണാൻ എന്ത് സൗന്ദര്യം, ഇവ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായം പോലെ തോന്നുന്നത്, പക്ഷെ നിന്റെ ഗേൾ ഫ്രണ്ട് അത്രയൊന്നും അവൾ വരത്തില്ല എന്നിന് അങ്ങേര് രണ്ടുപേരും ഒരാളാന്നറിയാതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ അതിനേശം ഇവിടെ ഹാരി സമാധാനത്തിൽ വീട്ടിലിരുന്ന് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ടീമോണെ ഫോം വിളിച്ചിട്ട് അവളുടെ വീടിന്റെ പുറത്ത് നിപ്പുണ്ടെന്ന് അറിയും. അതുകൊണ്ട് ഇവള് വീട്ടിലാണെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് ഇവള് മേടിച്ചിട്ട് നീ എപ്പോഴും വീട്ടിൽ വന്നിട്ടാണ് അവിടെ വിളിക്കുന്നത്, കുറച്ച് മുമ്പേ വിളിച്ച് പറഞ്ഞ എന്ത് എന്നിന് ഇവളും അവൻ പുറത്തുള്ളത് കണ്ടിട്ട് ഇനി ഇവന് വേണ്ടി വീണ്ടും മേക്കപ്പ് ഇടാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് അവൾ മുഖമൊക്കെ മറച്ചോണ്ട് സ്കൂട്ടറിൽ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനാണ് ഇവളെ കണ്ടുപിടിച്ചിട്ട് ഹലോ ആരാ നിങ്ങള് എന്നിന് അവൻ ഒരു സെക്കൻഡ് ഇവളെ മൊത്തത്തിൽ നോക്കിയിട്ട് ആഹാ ഇത് നീ ആയിരുന്നോ, ഇതെന്തൊരു ഗെറ്റപ്പാ എന്നിന് അവനും ചോദിക്കുമ്പം ഇവളാണ് പുറത്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവൾ ഈ കോസ്റ്റ്യൂം ഇട്ടേന്ന് പറയും.
അപ്പനാണ് അവനും എങ്കിൽ പിന്നെ അവനൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി അവന്റെ അപ്പൂപ്പൻ ആശുപത്രിയിൽ നിന്ന് കുറെ മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാന്ന് പറയും. ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് അങ്ങേർക്കെല്ലാം കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് അവന്റെ അപ്പൂപ്പന് പരിക്കൊറ്റിയ കാര്യം ഇവൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കും. അതിനേശം അവളെ എന്തോ അറിയണമെന്നറിയാതെ ഇവൾക്ക് വേണ്ടി മരുന്ന് വാങ്ങിച്ചു വന്നോണ്ട് അത് ആശുപത്രി പോയാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ചുമ്മാ ചോദിച്ചാന്ന് പറയും. അപ്പനാണ് അവനും അങ്ങേർക്ക് ഇപ്പൊ ഓക്കെയാന്ന് പറഞ്ഞിട്ട് ഇവനാണ് പോക്കറ്റിൽ നിന്ന് ഇപ്പൊ ഇവൾക്കൊരു മരുന്നെടുത്ത് ഇവളുടെ കണ്ണിലെ പാടൊക്കെ മാറിന ഈ ഓയിൽമെന്റ് തേച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ വരുന്ന വഴിക്ക് ചുമ്മാ വാങ്ങിച്ചാന്ന് പറഞ്ഞ് ഇവളുടെ കൊടുക്കുമ്പോൾ ഇവളാണ് സന്തോഷത്തി ഇവളെ ഓർത്ത് അവൻ കെയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവളും തിരിച്ച് താങ്ക്സ് പറയും. എന്നിട്ട് അവളും തിരിച്ച് ഇവളുടെ കടയിൽ ചിക്കനെ കൊടുത്തിട്ട് എന്തായാലും ഇവനെ വെറുതെ ഇങ്ങനെ പറഞ്ഞേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇത് ഇവന്റെ അപ്പൂപ്പനായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനേശം വീട്ടിൽ ചെന്ന് ടൈമുമാണ് അവളുടെ കണ്ണ് ശരിയായില്ല എന്ന് കാണാൻ വേണ്ടി പോയതാ. പക്ഷെ അവളുടെ മുഖം കാണാൻ പറ്റില്ലെന്ന് ഇവൻ വിഷമിച്ചിരിക്കും. അതിനേശം ശനിയാഴ്ച ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ഫേക്ക് ആയിട്ടുള്ള ലവ് ആനിവേഴ്സറിക്ക് പുറത്ത് ഡേറ്റിന് പോകും. കാരണം ഇവര് കറങ്ങിയോ ഇല്ലെന്നൊക്കെ അവന്റെ അപ്പൂപ്പൻ പുറകെ നോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആദ്യം അവൻ അവളെയും വിളിച്ചോണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനാണ് കുറെ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം ഇവൾ ഇട്ട് നോക്കാൻ വേണ്ടി ചൂസ് ചെയ്യും. അപ്പോഴാണ് അവളാണ് ഇവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു ശിവൻ കുറെ ഡ്രാമസ് ഒക്കെ കാണുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇവൻ കാണത്തില്ല പക്ഷെ അവന്റെ അപ്പൂപ്പൻ കാണുമെന്ന് പറഞ്ഞ് അങ്ങേർക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവളിതൊക്കെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനേശം അവൾ കുറെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് അവസാനം ഒരു വൈറ്റ് ഡ്രസ്സാണ് അവൻ സെലക്ട് ചെയ്യും. അങ്ങനെ അത് അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ അതുകൊണ്ട് ഇവളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനത് ബില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളാണ് ഇത് ഭയങ്കര ടൈറ്റാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വലിയ സൈസിലും കിട്ടുമെന്ന് ചോദിക്കും. പക്ഷെ ഈ കടയിൽ ആകുള്ളത് ഈ ഒരൊറ്റ സാധനമേ ഉള്ളു. അങ്ങനെ അതുകൊണ്ട് അവളും ഇനി ഇത് മാറ്റിയ അവസാനം കുറെ ഡ്രസ്സൊക്കെ ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവള് ടൈറ്റ് ആയാലും ഇത് തന്നെ ഇടാൻ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം യോങ്സയുടെ കസിനാണ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ആ കടയിൽ തന്നെ വരും. അങ്ങനെ അവളൊന്ന് അന്വേഷിക്കുന്ന ആ വൈറ്റ് ഡ്രസ്സാണ്. കാരണം ഈ ഇടയ്ക്കായിട്ട് ഒരു ആക്ട്രസ് ഇട്ടത് ഇവളെ കണ്ടായിരുന്നു. അങ്ങനെ അത് തിരക്കി വരുമ്പം ആ കടയിൽ സ്റ്റാഫൊക്കെ ആകെ ഒരെണ്ണേ ഉള്ളായിരുന്നു. അതിപ്പോ ഒരാൾ വാങ്ങിച്ചോണ്ട് പോയതോളെന്ന് പറഞ്ഞ് ഇവൾക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് ഇവളാണ് ആ പോകുന്ന കങ് ടീമും അല്ലേ കൂടെ പോകുന്ന പെങ്കൊച്ചേതാ എന്നിന് ഇവൾ ആക്രാന്തത്തിൽ പോകാൻ നോക്കുമ്പോ തന്നെ ഇവള് തന്നെ അടിച്ചങ്ങ് വീഴും. അങ്ങനെ അതിനുശേഷം അവിടെ നേരെ അവള് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വന്നിട്ട് യങ്സയെ കണ്ട് ഇവൾക്ക് സെറ്റാകാനിരുന്ന ടൈം വേറൊരു കാണാൻ കൊള്ളുന്ന പെങ്കൊച്ചായിട്ട് പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ് ഇവളെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേർക്ക് പണ്ടേ ഇഷ്ടമല്ല. അങ്ങനെ അതും പറഞ്ഞ് യങ്സയുടെ കസിനാണ് കളിയാക്കുമ്പം അവളാണ് ഇവൾക്ക് പാര വയ്ക്കാൻ വേണ്ടി മൈ ഡിയർ ഡയറക്ടർ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ സമയത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നേക്കുന്നോ ഇത് പറയാൻ നാണോ ഇല്ലേ എന്നതിന് എല്ലാവരും ഫ്രണ്ട് വെച്ച് പറയുമ്പം ഇവളുടെ കസിനാണ് ഞാൻ ചുമ്മാ ആ വഴി കൂടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളു. എന്നിന് ഇവള് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പം യങ്സയാണ് ഇനി ഇവൾ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഷിൻഹാരി പെട്ടുമായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അതിനുശേഷം ടീമും ആരെയും വിളിച്ചോണ്ട് പുറത്ത് റെസ്റ്റോറന്റ് കഴിക്കാൻ വേണ്ടി വരുമ്പം അവിടുത്തെ ചെഫൊക്കെ ഇവന്റെ അടുത്ത് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവളാണ് ഇവൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് ഈ റെസ്റ്റോറന്റ് അവന്റെ അപ്പൂപ്പന് സ്വന്തമാണെന്ന്. അങ്ങനെ അതുകൊണ്ടാ പരിചയം എന്ന് പറഞ്ഞ് ഇവൾക്ക് ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഈ ഫുഡൊക്കെ കൊള്ളാന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒരുമിച്ച് നിന്ന് കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവൾക്കാണ് അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അവൾക്കത് കംഫർട്ടബിൾ അല്ല. ഇതേ സമയം ടൈമിന്റെ സെക്രട്ടറിയും പുറത്ത് വെച്ച് ഇവന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന മറ്റേ കണ്ണാടിയെ കാണും. പക്ഷെ അവനാണ് അവിടെ ഉള്ളവരൊക്കെ സമയം ചോദിച്ചു വരുമ്പം ഇവൻ കണ്ണാടി ഇല്ലാതെ കുറെ ക്ലോക്കിനകത്ത് 8 മണി കാണിക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവനത് പറഞ്ഞു കൊടുക്കും. അപ്പനാണ് ഇത് അടുത്തിരുന്ന് കേൾക്കുന്ന സേഹുന് ഷോക്കായി. ഇന്നലെ അവളുടെ അടുത്ത് കണ്ണാടി ഇല്ലാതെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ഇവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞെന്ന് ഇവന് സംശയമാകും. അതേപോലെ തന്നെ അവൻ ഇപ്പൊ കണ്ണാടിയൊക്കെ ഇട്ട് വീണ്ടും യോങ്സയെ കാണാൻ പോയി. ഇവൻ അറിയാതെ ഇവളുടെ ലെറ്റർ എടുത്ത് നോക്കിയതുകൊണ്ട് അതിന് സോറി ആയിട്ട് ഇവൾക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറയും. പക്ഷെ അവളാണ് ഇത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവനും ഒരു അയൽവാസിയായിട്ട് ഈ ഗിഫ്റ്റ് ആയിട്ടൊന്ന് വാങ്ങിക്കുന്ന പറഞ്ഞ് അവളുടെയും കൊടുത്തയക്കും. എന്നിട്ട് ഇവിടെ ഹാരിയും ഈ ഡ്രസ്സ് ഭയങ്കര ടൈറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെയും തറയുന്ന പെർസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സമയത്ത് അവൾ ഡ്രസ്സ് അങ്ങ് കീറും. അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് അവനാണ് ഷോക്കായി. അവിടുത്തെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട്. ഇവളുടെ നാണക്കേട് മാറ്റാൻ വേണ്ടി അവൻ അവളുടെ പുറകെ ചെന്നിങ്ങനെ നിൽക്കും. അങ്ങനെ അതിനേശം അവരെല്ലാരും കൂടെ ഇവർക്ക് ഹാപ്പി ലവ് ആനിവേഴ്സറി പറഞ്ഞ് കൺഗ്രാജുലേഷൻ പറയും. അതിനേശം അവനും എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇവിടെ നീ മെഴുകുതിരെ കൂതാന്ന് പറഞ്ഞിട്ട് അവൻ പ്രൊട്ടക്റ്റീവ് ആയിട്ട് അവളുടെ കൂടെ തന്നെ കാണും. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അവന് കൺട്രോൾ ഇല്ലാതെ ചിരിച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് ഇതിലെന്തോ കോമഡി എന്ന് പറഞ്ഞ് അവന് ചിരിക്കാതിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് കീറുന്ന അവൻ കാണുന്നതെന്ന് പറഞ്ഞ് അവന് ചിരി കൺട്രോൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പം ഇവളാണ് ഇവളുടെ കുഴപ്പമില്ല ആ ഡ്രസ്സ് ഭയങ്കര ടൈറ്റാന്ന് പറഞ്ഞ് അല്ല ഇവന്റെ തെറ്റാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ ഇവൾ തന്നെ അടിച്ച് വീഴാൻ പോകുമ്പം അവനാണ് ഇവളുടെ ഹീൽസ് എടുത്ത് തിരിച്ചു കൊടുത്തിട്ട് കെയർഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവള് ഷോക്കായി. ഇവൻ ഇങ്ങനെയൊക്കെ കെയറിങ് കാണിക്കുമെന്ന് പറഞ്ഞ് അവള് തിരിച്ച് താങ്ക്സ് പറയുമ്പം അതേസമയം അങ്ങ് ദൂരെയുള്ള ഫയർ വർക്സ് കണ്ടിട്ട് ഇവൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഇങ്ങനെ നദിയുടെ അടുത്ത് വെച്ച് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവന്റെ കൂടെ സന്തോഷത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളെ കണ്ടിട്ട് അവന് സന്തോഷത്തിൽ അവന് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് തിരിച്ച് ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കും. അപ്പോഴാണ് അവളും ഇന്ന് ഡേറ്റിന് പോയ കാര്യം ഇവന്റെ അപ്പൂപ്പനോട് പറയണമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ആ കടയിലുള്ളവർ തന്നെ ഈ അപ്പൂപ്പനോട് പറഞ്ഞാണെന്ന് പറഞ്ഞ് അങ്ങേരെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. എന്നിട്ട് അവൾ ആ കീര ഡ്രസ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുമ്പം അവനും ഇതിന് പൈസയും ചോദിക്കത്തില്ല ഇവളെ തന്നെ കൈവച്ചോന്ന് പറഞ്ഞ് അവൾക്കും കൊടുത്തയക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ
ഫേക്ക് ആയിട്ടുള്ള ആനിവേഴ്സറി ആണെങ്കിലും അവൾ എൻജോയ് ചെയ്തെന്ന് പറയുമ്പം ഇവനാണ് ലവ് ആനിവേഴ്സറി അവനെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ് ഇവൻ യഥാർത്ഥത്തിൽ ഇപ്പൊ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് അവൻ ബായെ കാണിക്കുമ്പം ഇവളും കുറച്ച് കൺഫ്യൂസായി അവൻ തിരിച്ച് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ടൈമു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കാറിൽ തന്നെ അവളുടെ പെർസ് മറന്നു വെച്ച കാര്യം അവനിപ്പോ കാണും. അങ്ങനെ അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവൻ അവളുടെ വീട്ടിന്റെ പുറത്ത് വന്ന് ഫോൺ വിളിച്ചു നോക്കുമ്പം കറക്റ്റ് അതേ സമയം തന്നെ ഷിൻഹാരി എന്ന് പറഞ്ഞ് മിൻവോ അവിടേക്ക് വന്നിട്ട് അവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ടൈമോ ആണ് ഷിൻഗ്യുംഹിയുടെ വീട്ടിൽ എന്തുവാ ഷിൻഹാരി ഉള്ളതെന്ന് അറിഞ്ഞ് അവനൊരു സെക്കൻഡ് ഡൗട്ട് വന്നിട്ട് ഇവളുടെ പെർസ് ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോഴാണ് അതിനകത്ത് ഷിൻഹാരി എന്ന് പറഞ്ഞ ID കാർഡാണ്. അങ്ങനെ അതുകൊണ്ട് അവനും ഷിൻഹാരിയാണ് അപ്പൊ സത്യജി ഗുംഹിയായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ അവളെ പെട്ടെന്ന് ഫോൺ വിളിച്ചു നോക്കുമ്പം അവിടെ ഫോണിട്ട് സംസാരിക്കുന്ന ഹാരി ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവനാണ് അപ്പൊ ഇത്രയും ദിവസം ഇവൾ എന്നെ പറ്റിച്ചാണെന്ന് പറഞ്ഞ് അവന് കാര്യമെല്ലാം പിടികിട്ടും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം.